ആസ് ലോങ് ആസ് നമ്മുടെ ഫ്രണ്ട് ഈ വഴിയുണ്ട്, നമുക്ക് വഴി കിട്ടിയിട്ടില്ല. അതെന്താ? ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, അതുണ്ടോ അങ്ങ് ദൂരെ കണ്ടോ, കടൽ കാണാമല്ലോ, കന്യാകുമാരി ആ ഭാഗത്താണ്. നമ്മളിന്ന് പുതിയൊരു പാറ കയറാൻ പോവാണ്. പാറയുടെ പേര് അരുൾവാഴി മൊഴി. ദോ അത് ആ കാണുന്ന സാധനമാണ് ആ സാധനം. അപ്പോൾ അവന്മാരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ. അതായത് നമ്മൾ 3 വണ്ടിയിലാണ് ഉള്ളത്, 3 വണ്ടിയുണ്ട്, 4 പേരുണ്ട്. ഇതിപ്പോൾ സ്ഥലം എവിടെയാണെന്നറിയോ? പന്നി. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സ് ഏകദേശം വന്ന് തീരുന്ന സ്ഥലമാണ്. അതായത് കന്യാകുമാരി അടുത്താണ് കേട്ടോ. വെസ്റ്റേൺ ഗഡ്സ് ഇങ്ങനെ വന്നതാ ചെറുതായി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ ചെറുതായി തീരും. അതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മലയാണ്, അങ്ങനെയല്ല അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചെറുതാവും. പക്ഷേ സ്ഥലത്തിൻ്റെ ഭംഗി നോക്ക്. ഇതുണ്ടോ താമരക്കുളം, അതിൻ്റെ ബാക്കിൽ ആ വലിയ മല, ഇപ്പുറത്തോട്ട് നോക്ക്, ഒരു രക്ഷയില്ല ഗൈസ്. അമ്മമാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ അവിടെ. ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫർ. പക്ഷെ കൊള്ളാം, സാധനം നൈസല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം. ദേ ഈ മരത്തിൻ്റെ ബാക്കിൽ അവിടാണ്. ദൂ അങ്ങ് അപ്പുറത്ത് മീങ്ങളി കണ്ടോ, അതാണെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ട സ്ഥലം. എനിക്ക് തോന്നുന്നതാണെന്ന്, പോയി നോക്കാം. എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സ്ഥലം നൈസാണെന്നാണ് തോന്നുന്നത്. കുറേ നടന്നു കയറാനൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. നമുക്ക് പോയി നോക്കാം. ഗൈസ് നമ്മളങ്ങനെ മൂട്ടിലെത്തി. ഇനി പാറ കയറണം. ആ കാണുന്നതാണ് പാറ. ഇതാ വണ്ടി കൊണ്ട് ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി കയറണം. ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോട്ടെ, ബാഗ് എടുക്കാതെ. ഈ മരം കണ്ടോ, ഈ കാണില്ലേ, ഇതിൻ്റെ വെള്ളം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. വായൊരു കയറി കയറ്റി വെച്ച് കണ്ട് തൂങ്ങിക്കോണേ. ഇത് കംപ്ലീറ്റ് തൂങ്ങി കിടക്കും. ഞാൻ ഇതാ തൂങ്ങി കണ്ടോ, കാല് പൊക്കി തൂങ്ങി കിടക്കുക, പൊട്ടുന്നില്ല. അതാ പറഞ്ഞേ, വിചാരിച്ച പോലെയല്ല, സംഭവത്തിന് ഭയങ്കര വില. ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇത് പൊട്ടാതിരിക്കുമെന്ന്. ഒരു മെലിഞ്ഞൊരു സാധനമില്ലേ. എന്തായാലും നമ്മൾ വണ്ടി കൂടെ വെച്ചിട്ട് ബാക്കി കയറാൻ പോവാണ്. അമ്മമാർക്ക് സമയമില്ലെന്നാണ് പറയുന്നത്. അമ്മമാർ ഓടി കയറി കേട്ടോ. എങ്ങനെ എത്ര ഓടാൻ, അതിൻ്റെ മേളിൽ വരെ കയറണ്ടേ. നമ്മൾ ഓടിച്ചിട്ട് പിടിക്കൂലേ. അയ്യോ, അത് നോക്കി, വിൻഡ് മില്ല് നോക്കി എത്ര എണ്ണമാന്ന്. എൻ്റെ മോനെ, നിങ്ങൾ കാണുന്നില്ലേ എത്ര എണ്ണോ ഗൈസ്, നിരത്തി വെച്ചേക്കുവാ. എനിക്ക് ഉറപ്പാണ് മെയിനിലോട്ട് കയറുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ കാണാൻ പറ്റുമായിരിക്കും. ഏതാ വിൻഡ് മില്ലും വ്യൂവും എല്ലാം. അപ്പോൾ നമുക്ക് മെയിനിലോട്ട് കയറാം. ഇതാണ് വഴി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ മേളിലോട്ട് കയറാം. ഇതിങ്ങി ചുറ്റി ഇങ്ങനെ ബാക്കി ചെല്ലും തോന്നുന്നു ആ പാറയുടെ. വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പതുക്കെ നടന്നു വരിക. ഇത് വിട്ടോണ്ട് ഇവ എങ്ങനെ കയറുന്നു, ചൂടെടുത്ത്. ഇത് വണ്ടി വെച്ചാൽ പറയാം നിനക്ക്. മിഥുനായിപ്പോൾ ഏറ്റവും മടി. മേളിലെത്തി ഡ്രസ് എടുക്കാം. വാ. പിന്നെ ദൂരം കുറയാതിരിക്കുമോ? നീ ആണെങ്കിൽ തിരിച്ചൊന്ന് പോയിട്ടോ ദൂരം കുറഞ്ഞറിയാൻ വേണ്ടിയിട്ട്. ആ വഴി എങ്ങോട്ട് പോവാ? എന്താ അവിടം വരെ പോവാം. പകുതി ദൂരമെങ്കിലും ആയെന്നാ ഗൈസ് തോന്നുന്നേ. അമ്മമാരൊന്നും കാണുന്നില്ല. എടാ ബാക്കിയുള്ളവന്മാരെന്തി? വേറെ വ്യൂ പോയിന്റ്. ഇത് അങ്ങോട്ട് ദൂരോട്ട് നോക്കിയേ, രസമില്ല. വെളിച്ചൊടിക്കുന്നതാണ് മറ്റേ മലയുടെ ബാക്കിലുള്ള മലയുടെ മുകളിൽ. അതൊക്കെ ഭയങ്കര വലിയ മലയല്ലേ. ഒരു അതിന് മുകളിലേ കയറണം. ഇതാ ക്യാക്ടസ്, തമിഴ്നാട്ടിലെ ക്യാക്ടസ്. എല്ലാ മലയുടെ മുകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമെന്ന് തോന്നുന്നു. അതാ മറ്റേ ചെടി, ആ നിൽക്കുന്ന മരം പോലത്തെ സാധനം കണ്ടോ, മൊത്തം മുള്ളി ചെടിയാണ്. ആസ് ലോങ് ആസ് നമ്മുടെ ഫ്രണ്ട് ഈ വഴിയുണ്ട്, നമുക്ക് വഴി തെറ്റിയിട്ടില്ല. വഴി തീരുമ്പം വഴി തെറ്റും. നീയല്ലേ അവിടെ എന്തോ കായൊക്കെ നിൽക്കുന്ന. ഇത് മറ്റേ വിഷക്കായ. ഇത് പറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് ആവും. എടാ ഇപ്പം തീരും. മേളിൽ ആകാശം കണ്ടു തുടങ്ങിയല്ലോ. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചില്ല, നിങ്ങൾ മറ്റേ വർക്കല പോയേനെ. ഞാൻ നിന്നെ വിളിച്ചില്ല, വരത്തുമില്ല. ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെങ്കിലും പോയേനെ.
സ്ഥലം അടിപൊളി. ആ ഗൈസ് ഇതിന് പുതിയ വഴി കണ്ടുപിടിക്കുവാണ്. ആ പോട്ടെ പോട്ടെ പോട്ടെ, കയറിക്കോ അല്ല പെട്ടെന്ന് ഷോർട്ട് കട്ടല്ലേ, പെട്ടെന്ന് കയറിക്കോ. ആ ചെറിയൊരു റൈറ്റ് എടുത്തിട്ട് മുകളിലോട്ട് വെക്കോ. ആ പോട്ടെ. അതെന്താ ഇറങ്ങ്. എടാ ഇതിപ്പോ തീരും. ആ ഇറങ്ങടാ. നല്ല ഷൂ ആയിരുന്നു സെറ്റായ. ആ നല്ല ഷൂ ആയിരുന്നു സെറ്റായന്. ശരിയാ, ആ ഷൂ കീറി. വാ മനുഷ്യ, മേളിലെത്തി നമ്മള്. എടാ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ആവാൻ പാടില്ല. ഒരു സാധനത്തിന് ഇറങ്ങി അതിൻ്റെ അറ്റവും കണ്ടിട്ട് തിരിച്ചു വരാവൂ. വണ്ടി ഓടിക്കാനാ വന്നത് ഞാൻ. കാറിൽ എടുക്കാനല്ല വന്നത്. ഇപ്പൊ തീരും, ഇപ്പൊ തീരും. എടാ നമ്മൾ ക്ഷീണിക്കാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മോള് പോയിട്ട് എന്തായാലും തരം കയറിയില്ലേ. അത് കണ്ടോ ഗൈസ്, അതൊരു ഡാമാണ്. അങ്ങ് ദൂരെ കണ്ടോ, ഇതോ അവിടെ ഒരു സാധനം കെട്ടി വെച്ചേക്കുന്നുണ്ടോ. ഏത് ഡാമാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു ഡാമാണ്. ഈ സാധനം കണ്ടോ, ഇവന്റെ ചേർത്ത് ഊരിയിട്ടതാ. അണ്ണ ക്ഷീണിച്ച്. എടാ ഇതിന് മാത്രം കാണും 5 കിലോ വെയിറ്റ്, പിന്നെ എങ്ങനെ ഇവൻ കേറുന്നേ. ആ എത്തി അമ്പലം എത്തിയടാ, എത്തി. അമ്മീ ഇതെന്തു എഴുതി വെച്ചേക്കുന്നേ. വാ മേളിലോ. 8 മണിയൊന്നും ആകത്തില്ല, 6 മണിക്കുള്ളിൽ. വഴിയുണ്ട് വാ അടച്ചേക്കുമല്ല. ലെഫ്റ്റിലോട്ട് വഴിയുണ്ട്. ഇനി മുകളിലോട്ട് വഴിയുണ്ടാ, കുറച്ചും കൂടെ പോകാനുണ്ട്. ഇതിനെ ഇവൻ്റെ ഒടുക്കത്തെ ജാക്കറ്റ്. ഓ എൻ്റെ മോനെ, എടാ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അത് നോക്ക്. കമോൺ ബോയ്സ്. ഇവൻ്റെ ഒരു ജാക്കറ്റ് മോനെ, എനിക്ക് ഉള്ള വെയിറ്റ് കൂടാതെ എക്സ്ട്രാ വെയിറ്റാണ്. പിന്നെ ബാഗുണ്ട്, ബാഗിനകത്ത് തുണിയുണ്ട്. എടാ സൂപ്പർ അമ്പലമാ, വാടാ. എടാ കുളം. തവള ഉണ്ട് കുളത്തി. കിടക്കുന്നൊരു തവള. ഇതോ കാണുന്നു അമ്പലം. ഇതാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. നമ്മളെങ്ങനെ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു. ശരിയാ, അവൻ ചോദിച്ചതൊരു വാലിഡ് ഡൗട്ടാണ്. എന്തിനും ഇത്രയും മുകളിൽ കയറി അമ്പലം ഉണ്ടാക്കുന്ന നഷ്ടപ്പെട്ട് താഴെ കാണാൻ ഉണ്ടാക്കിയാൽ പോരെ. എൻ്റെ മോനെ, ചുറ്റും വ്യൂ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. വ്യൂ നോക്ക്. എൻ്റെ മോനെ എത്ര കാറ്റാടിയാ നോക്കി. എൻ്റെ അമ്മേ, ചുമ്മാ അല്ല തമിഴ്നാടിന് ഇത്രയും കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ. ശരിക്കും മൊത്തം നിറച്ചും കാറ്റാടി നോക്ക്, ഫുൾ. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. സംഭവം രക്ഷയില്ല, അടിപൊളി. വ്യൂ നോക്ക്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുള്ള് കാറ്റാടിയും കുളവും മലയും. ഇതേ ഒരു കിളി പറന്നു തോന്നുന്നത് കണ്ടോ, പരുന്നാന്ന് തോന്നുന്നില്ലേ. കൊക്ക് കാണുന്നുണ്ടോ നിങ്ങൾ? കൊക്കല്ല, പരുന്തങ്ങാണ്ട എന്തോ സാധനം.
അതുപോട്ടെ, സംഭവം വ്യൂ ഉണ്ടോ? ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല മോനെ. ഇതെല്ലാം റിസർവ് ഫോറസ്റ്റ് കേട്ടോ. ആ കാണുന്ന മൊത്തം അത് ഫുള്ള് റിസർവ് ഫോറസ്റ്റാണ്. അതും പിന്നെ അതും അപ്പുറത്ത് കാണുന്ന ആ സാധനമില്ല, ആ മല, അതും റിസർവ് ഫോറസ്റ്റാണ്. അതിനെന്തോ പേരൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല കറക്റ്റ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ ഏകദേശം പകുതി ലെവലിലെത്തിയിട്ടുള്ളൂ. ഇനി അതിനൊരു 800 മീറ്റർ ഹൈറ്റ് ആണ് ഉറപ്പാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നൊരു 300 മീറ്റർ പൊക്കത്തില്ല തറയുന്നു. അതുണ്ടോ അങ്ങ് ദൂരെ കണ്ടോ, കടൽ കാണാമല്ലോ. കന്യാകുമാരി ആ ഭാഗത്താ. അത് നോക്കി പരന്ത് മോനെ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു, അനങ്ങുന്നില്ല. ഇനി ഇതാണ് ഇപ്പുറത്തെ സൈഡിലെ വ്യൂ. നേരത്തെ നമ്മൾ കണ്ടത് അപ്പുറത്തെ ആ സൈഡാ. ഇപ്പോൾ കാണുന്ന ഇപ്പുറത്തെ സൈഡ്. ഇത് നോക്കി, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കാറ്റാടി നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങ് അറ്റം വരെ ഫുള്ള് കാറ്റാടി കണ്ടോ. പല വലിപ്പത്തിനുണ്ട്. ചിലത് ഭയങ്കര ചെറുതാണ്, ചിലത് നല്ല വലുതാണ് കണ്ടോ. ചിലത് ചെറുത്, ചിലത് നല്ല വലുത്. അങ്ങ് ദൂരെയുള്ള നല്ല വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് നേരം വെളിയിൽ നിന്നിട്ട് അവിടെ ഇറങ്ങണം. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കാർമേഘമൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഫുള്ള് കാർമേഘം കൊണ്ട് മൂടി ഏകദേശം. കുറച്ച് ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ആവട്ടുക. ഗൈസ്, നമ്മളങ്ങനെ മതിയാക്കി തിരിച്ചിറങ്ങുവാണ്. സംഭവം ഞാൻ പറഞ്ഞത് തന്നെ സ്ഥലം അടിപൊളിയാണ്. വരാൻ പറ്റുന്നവരൊക്കെ വരാൻ നോക്കുക. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെന്താ, പിന്നെ സ്ഥലത്തെപ്പറ്റി അധികം പറയാനാണെങ്കിൽ എനിക്ക് വലിയൊന്നും അറിയത്തില്ല. സംഭവം വ്യൂ അടിപൊളിയാണോന്നും പറയാനില്ല. നമുക്ക് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചുറ്റും കാണാം. 360 ഡിഗ്രി 360 ഡിഗ്രി വ്യൂ ആണ്. ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ കയറാനും ഇറങ്ങാനും ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. വേറൊരു പ്രശ്നമില്ല. വെറുത്താണ് ഗൈസ്, വരുന്നത് പക്ക വെറുത്താണ്. അപ്പം നമുക്ക് എന്തായാലും തിരിച്ച് താഴോട്ട് പോവാം. ഇരുട്ടുന്നതിന് മുമ്പ് താഴെ എത്തി വണ്ടി എടുത്തുകൊണ്ട് പോകണം. തിരിച്ചിറങ്ങാൻ നല്ല സ്പീഡാട്ടോ എല്ലാമാർക്കും. കയറിയതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ചാടി ഓടിയങ്ങ് ഇറങ്ങുക. അങ്ങനെ അവസാനം നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തെത്തി ഗൈസ്. ഇത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് താഴെ എത്തി. അപ്പോൾ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.